അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ. ഒരു നിമിഷം കൊണ്ട് ഇതുവരെ ഉണ്ടായതെല്ലാം തകർന്ന് തരിപ്പണമായതുപോലെ. ആരെയാണോ ഇത്രയും നാൾ വെറുത്തത് അവൻ്റെ കുടുംബവുമായി തന്നെ അകലാൻ കഴിയാത്തത്ര അടുത്തിരിക്കുന്നു. അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി. ഫ്ലാറ്റിലെത്തി മുറിയിൽ കയറി വാതിലടച്ചതാണ്. അച്ഛനോ ആദ്യം ഒന്നും പറഞ്ഞത് ചെവിയിലേക്ക് എത്തിയില്ല. ഒന്ന് മാത്രം അവിടെ മുഴങ്ങി കേൾക്കുന്നു. ഡെന്നിയുടെ കുഞ്ഞാണ് ആദി. അല്ല, ഒരിക്കലുമല്ല, അവൾ എൻ്റെ മോള, എൻ്റെ മാത്രം. ഡെബിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും തൻ്റെ വേദികയോട് ക്രൂരത ചെയ്തവനും അതേ മുഖമാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സമനില നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഇതുവരെ ഇവിടെ നടത്തിയതെല്ലാം അപ്പം നാടകമായിരുന്നല്ലേ? എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളെ പറ്റിച്ചത്. ഇല്ല ഡേവിഡ്, നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. വൈകാരണം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഡാ, നീ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നീ ചെന്നാ വൈകി എന്നതാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അറിയാടാ, അവളുടെ കണ്ണിൽ ഞാൻ കണ്ടത് ചതിക്കപ്പെട്ടവളുടെ വേദനയായിരുന്നു. എനിക്ക് സംസാരിക്കണം അവളോട്. ഒരുപാട് മിഥ്യാധാരണകൾക്ക് നടുവിലാകുമ്പോൾ അവള്. നീ പറയുന്ന കേൾക്കുന്ന അവൾ നിൽക്കുന്നു തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പോയേ പറ്റൂ. നീ മാറടാ. ജോയിയെ തട്ടിമാറ്റി വൈകര ഫ്ലാറ്റിലേക്ക് അവൻ ഓടി. ഇത് കണ്ടുകൊണ്ടാണ് മോളിക്കുട്ടിയും വരുന്നത്. ഇജായ, എന്നതാ പറ്റിയത്? അവൻ എന്നാത്തിനെ ദേഷ്യപ്പെട്ടു പോയത്? ഒന്നുമില്ല എന്നാണോ നിങ്ങളെ തട്ടിമാറ്റി അവൻ ഓടിപ്പോയത്? ദേഷ്യപ്പെട്ടത്? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്നതാ പറ്റിയത്? അങ്കിൾ, വൈക മുറിയിലുണ്ട് മോനെ. മോൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വന്ന് ഞങ്ങളെയൊന്നും നോക്കാതെ മുറിയിൽ കയറി കഥ കടിച്ചതാ. വിളിച്ചിട്ടാണെങ്കിൽ തുറന്നതുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് നോ അങ്കിൾ, ഞാൻ സംസാരിക്കട്ടെ. പാപ്പേ, ഞാൻ ജോലിയെ പറ്റിയിട്ട് അമ്മ നോച്ചിയില്ല. അമ്മ മോളോട് മിണ്ടൂലെന്ന് തോന്നുന്നു. അത് അമ്മയും പപ്പയും കൂടി ആദ്യം പരിചിതല്ലേ. മോള് പോയി അന്നക്കൊച്ചിനും മോളിക്കും എല്ലാം ഡോറയെ കാണിച്ചു കൊടുക്ക്. ചെല്ലി. ആ, ഞാൻ വേഗം പോവാം. ഞാനും വരുന്നുണ്ട് പാവേ. എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ രണ്ടുപേരും വേഗം പറഞ്ഞു തീർക്കണം. നിങ്ങൾക്കിടയിൽ ഞാൻ നിൽക്കുന്നില്ല. ഡെവി അയാൾക്കൊരു നേരത്തെ ചിരി മറുപടിയായി നൽകി. അവർ പോയതും ഡെവി വൈകിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുൻപ് കേട്ട കാര്യത്തിൻ്റെ ഷോക്കിലായിരുന്നു അവളെ പോയി. എത്ര സമൃദ്ധമായിട്ടാണ് അവർ തന്നെ പരിച്ചത്. ഓർക്കും തോറും അവളിൽ വേദനയും ദേഷ്യവും ഒരുപോലെയാണ്. വാതിലിൽ തുടരെ കൊട്ടുകേട്ടതും അവൾ അവിടേക്ക് നോക്കി. അച്ഛാ, എനിക്ക് ചെറിയൊരു തലവേദനയാ, ഞാൻ അത് കിടക്കട്ടെ പ്ലീസ്. പിന്നെയും അത് തുറന്നതും അവൾ എഴുന്നേറ്റ് കതക് തുറന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തു നിൽക്കുന്ന ഡെവിയെ കണ്ടതും അവൾ പറയാമെന്നത് നിർത്തി. എന്താ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരോട് ചോദിച്ചിട്ടായി ഫ്ലാറ്റിൽ കയറിയത്? വൈക, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഒന്ന് ഇറങ്ങി പോയി വിടുന്ന്. വൈക പ്ലീസ്, നീ കേട്ടത് ഒന്നുമല്ല സത്യം. ഞാൻ പറയാം എന്താ ഉണ്ടായതെന്ന്. പുതിയ കള്ളമായിരിക്കും. ഇതുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. എന്നും ഒരാളെ വിഡ്ഢിയാക്കാൻ കഴിയുമോ ഡേവിഡ്? നിങ്ങളെ കൊല്ലാനുള്ള കലിയിൽ എനിക്കിപ്പോ. മേലാന്റെ മുന്നിൽ വന്നു പോയേക്കരുത്. വൈക, വിളിക്കരുത് എന്നെ അങ്ങനെ. നിങ്ങളുടെ അനിയൻ എൻ്റെ വേദികയെ കൊന്നു തിന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്നെയാണോ? അതിനു വേണ്ടിയായിരുന്നു ഈ പ്രണയ നാടകം? ഛേ, നിങ്ങളെ പോലൊരുത്തിനെ പ്രണയിച്ചത് ഞാനിപ്പോൾ ലജ്ജിക്കുന്നു. ഡെന്നീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നീ ആദ്യം മനസ്സിലാക്കി. ശരിയാ, ആദ്യം അവന്റെ മകളാണ്. പക്ഷേ നിർത്ത്. എന്താ പറഞ്ഞത്? എന്റെ മോള് ആ വൃത്തികെട്ടവരുടെ കുഞ്ഞാണെന്നോ? അവൾക്കൊരു അമ്മയേ ഉള്ളൂ, എന്റെ വേദി. ആ ആത്മാവ് എന്റെ ഉള്ളിലായിപ്പോ. അല്ലാതെ അവനെ പോലെ ഒരുത്തന്റെ കുഞ്ഞാണ് എന്റെ വേദി എന്ന് പറഞ്ഞാലുണ്ടല്ലോ. നീ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത്. ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിശദീകരണത്തിന്റെ ആവശ്യം ഇനിയില്ല. കേൾക്കേണ്ടതെല്ലാം ഞാൻ കേട്ടു. നാട്ടിൽ നിന്ന് പോരും മുമ്പേ എന്റെ വേദിയുടെ കൊലയാളി എനിക്ക് മുന്നിൽ എത്തിക്കുമെന്ന് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നു. അതിനുശേഷം നിങ്ങളുടെ മിന്നന്റെ കഴുത്തിൽ കയറുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാ ഞാൻ അവിടേക്ക് വന്നത്. അതുകൊണ്ട് മാത്രം ഞാനെല്ലാം കേട്ടു. എല്ലാം പകുതി കേൾക്കുന്നതല്ല സത്യം. ഡെന്നീസ് നിരപരാധിയാണ്. അവനല്ല വേദിയെ. നോ, ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും അവനെ പുണ്യാളാക്കാൻ കഴിയില്ല. ചത്തത് നന്നായി, ഇല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് കൊന്നനെ ഞാൻ അവനെ. അത് പറഞ്ഞ ഡെവിയുടെ കൈ അവളുടെ കരണത്തിൽ വീണിരുന്നു. പ്രതീക്ഷിക്കാതെ നടന്ന കാര്യത്തിൽ അവളൊന്നും ഞെട്ടി. വേദനയും ദേഷ്യവും ഒരുപോലെ അവളിൽ നിറഞ്ഞു. ഇനി ഒരു അക്ഷരം അവനെ പറ്റി നീ പറഞ്ഞോ കേട്ട് നിൽക്കില്ല ഞാൻ. എന്റെ തല നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? വൈക, ഞാൻ അപ്പോഴത്തെ. നിർത്ത്, പോ, ഇറങ്ങി പോയി വിടുന്ന്. എന്റെ കൺമുന്നിൽ നിന്ന് വന്ന് പോകരുത്. ഇനി നിങ്ങൾ ഇതുവരെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. കഴിഞ്ഞു എല്ലാ ബന്ധങ്ങളും. അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നും ഇവിടെ ഉണ്ട്.
അവൾ അവനെ നോക്കി. ആദി, നിനക്ക് അവളിൽ എന്ത് അധികാരമാണോ ഉള്ളത്? അത് തന്നെ എനിക്കുള്ളത്. നീ അവൾക്ക് അമ്മയാണെങ്കിൽ ഞാൻ അവളുടെ പപ്പയാ. അതല്ല എന്ന് നീ 1000 വട്ടം പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. വൈക പകയോടെ അവനെ നോക്കി. വിജയിച്ചവന്റെ ചിരിയോടെ അവനും ആ കണ്ണുകളിലേക്ക് നോക്കി. വൈകയ്ക്ക് ഇനി മുതൽ ഒരു ശത്രുവേ ഉള്ളൂ, ഡേവിഡ്. അത് നിങ്ങളാണ്. ഡേവിഡിന് ഒരു പ്രണയേ ഉള്ളൂ, വൈക. അത് നീയാണ്. ആ മിഴികളിൽ അവർ ഒളിപ്പിച്ച പ്രണയം അതിന് വീണ്ടും മറന്നേക്ക് പുറത്തു വരും വരെ കാത്തിരിക്കാം. ഞാൻ എന്നതാ കർത്താവേ കേൾക്കുന്നത്? വൈകിനെ എങ്ങനെ പ്രതികരിക്കുന്നു? വല്ല നിശ്ചയമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? എന്നാ പിന്നെ പറയുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അതിനുള്ള സമയം അവൾ തരേണ്ടേ? എന്നതായാലും ഡേവി പോയിട്ടുണ്ട്. സംസാരിച്ച പ്രശ്നം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്ര പെട്ടെന്ന് തീരുമെന്ന്. ഓ, നീ ആ നാക്ക് വളക്കാതെ. നേരത്തെ വന്നത് വൈകിയുടെ അച്ഛനും ആദ്യമാണെന്ന് തോന്നുന്നു. നീ അവിടേക്ക് ചെല്ല്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി പൊക്കൂടെ? എനിക്കിത്തിരി വെള്ളം വേണം. അവളെ തന്നെ നോക്കി അവൻ പറഞ്ഞു നിർത്തി. അവളാണെങ്കിൽ ഇവിടുത്തെ എന്ത് തേങ്ങയാ പറയുന്നത് പോലെ നോക്കി. എന്താ? എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. വെള്ളം വേണേ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് പോയി കുടിക്കണം. ഇവിടെ എനിക്കൊരു സുന്ദരിയായ ഭാര്യ ഉള്ളപ്പോൾ ഞാൻ വേറെ എവിടെയാ പോകേണ്ടത്? എൻ്റെ ടീച്ചർ ചെന്ന് വെള്ളം എടുത്തിട്ട് വന്നേ. അവളെ തള്ളി മാറ്റി മുറിക്കകത്തേക്ക് കയറിയാണ് അവനത് പറഞ്ഞത്. ആരോട് തൻ്റെ ഭാര്യ? ഞാൻ ഏത് വകയില തൻ്റെ ഭാര്യ ആയത്? മര്യാദയ്ക്ക് ഇറങ്ങി പോക്കോ, ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ വിളിക്കടി, ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ വിളിക്കണേ. അതാകും എനിക്ക് നേരിട്ടറിയാവുന്നരാ. നല്ല സർവീസാണ്. അവൻ പോലീസാണെന്നൊരു നിമിഷം താൻ മറന്നു പോയല്ലോ എന്ന് അവൾ ഓർത്തു. പിന്നെ അവൻ ചെയ്യുന്നത് കണ്ട് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഡോ, ആരോട് ചോദിച്ചിട്ടാടോ ബെഡിൽ കിടന്നേ? എണീറ്റേ. ബെഡ് കിടക്കാനുള്ളതല്ലാതെ പിന്നെ എന്നാത്തിനുള്ളതാ ടീച്ചറെ? താനോട് എണീക്കാനല്ലേ പറഞ്ഞത്? അവനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവൻ കട്ടിലേക്ക് ഇട്ടു. 2 കൈ കൊണ്ടും അവളെ ലോക്കാക്കാനും അവൻ മറന്നില്ല. എന്താ ഈ ചെയ്യുന്നത്? എന്റെ വിടാൻ. വൈക, മാറ്. വൈക. തന്റെ കണ്ണിൽ നോക്കി അല്പം ശബ്ദമുയർത്തി അവൻ വിളിച്ചതും അവൾ നിശബ്ദിയായി. നീ ഇത്ര നേരം പറഞ്ഞതല്ല ഞാൻ കേട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് കൂടി എന്റെ പെണ്ണ് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളം മതി. പോരാ, നീ എല്ലാം അറിയണം. എന്റെ ഡെന്നിയെ, അവന്റെ ദിയയെ, അവരുടെ പ്രണയത്തെ. ദിയ? നിന്റെ വേദി അവളായിരുന്നു അവന്റെ ദിയ. നീ കരുതുന്നത് പോലെ എന്റെ ഡെന്നിയല്ല വേദിയെ. അവനൊരിക്കലും അവളെ വേദനിപ്പിക്കാനാവില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൾ ആരെയാണോ പ്രണയിച്ചത് അവനാ അവളെ ഇല്ലാതാക്കിയത് എന്ന് തന്നോട് വേദി പറഞ്ഞിരുന്നു. ആദ്യ ഡെന്നിയുടെയും വേദിയുടെയും മകളാണ്. പക്ഷെ വേദിക്ക് സംഭവിച്ച ചതികൾക്ക് പിന്നിൽ ഡെന്നി അല്ല. പിന്നെ ആരാ? കിരണിന്റെ ഒപ്പം ചേർന്ന് അന്ന് അവളെ ഉപദ്രവിച്ചത് ആരാ? പറയൂ. വിഷ്ണു, അതാ അവന്റെ പേര്. കിരണിന്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ. അതിനേക്കാൾ ഉപരി കിരണിന്റെ അച്ഛന്റെ അനിയന്റെ മകൻ വിഷ്ണു. ആ പേരവൾ പലയാവർത്തി മനസ്സിൽ ഉരുവിട്ടു. വേദിയോടൊപ്പം കണ്ട മുഖങ്ങൾക്കിടയിൽ അവൾ അയാളെ പരതി. ഇല്ല, ഓർമ്മ വരുന്നില്ല. തനിക്കറിയോ അങ്ങനെ ഒരാളെ? ആ പേര് വേദിയോടൊപ്പം കോഴിക്കോട് നിന്ന സമയത്ത്. അതെ അതെ, കിരൺ. അവന്റെ വായിന്ന് ഞാൻ കേട്ടത് ആ പേര്. അന്ന് അവനെന്തോ പറഞ്ഞ കൂട്ടത്തിൽ വിഷ്ണു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദിയിൽ വന്ന മാറ്റം. അതെ, അവനായിരുന്നു അവളുടെ പ്രണയം. എന്തുകൊണ്ട് ഇതെനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ഏയ് റിലാക്സ് ഡെവി. അവൾ എന്നോട് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരക്കില്ല അവനെ പറ്റി. എങ്കിലിപ്പോ എന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അവള് കരഞ്ഞുകൊണ്ട് തന്നോട് പറയുന്നവളെ അവൻ നെഞ്ചിലേക്ക് ചേർത്തു. നമുക്ക് നഷ്ടപ്പെടുന്നതിനെല്ലാം പകരം ചോദിക്കേണ്ടേ? കാണേണ്ടേ നിനക്ക് അവരെയെല്ലാം? വേണം വേണം. അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു. അപ്പോ ഡെന്നീസ്? ദേവി അവൾക്ക് വേദനയിൽ ചാലിച്ചൊരു ചിരി പകരം നൽകി. ഇരട്ടകളായിരുന്നു, എങ്കിലും ഞങ്ങൾ 2 സ്വഭാവക്കാരായിരുന്നു. എന്നും അവനെയോർത്ത് കർത്താവിനെ വിളിക്കാൻ മാത്രമേ അമ്മജിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. അവൾ അവനെ കേൾക്കാനായി ചെവിയോർത്തു. തൻ്റെ കഥകളിൽ കൂടി ഞാൻ അറിഞ്ഞ വേദി നല്ല കുട്ടിയായിരുന്നു, സമാധാനപ്രിയ. അപ്പൊ ആദ്യക്ക് ഈ സ്വഭാവം എവിടുന്ന് കിട്ടിയെന്ന് ഓർത്ത് തനിക്ക് സംശയമൊന്നും വേണ്ട. അതെല്ലാം എൻ്റെ ഡെന്നിയുടെ തനി പകർപ്പാണ്. അവൻ്റെ അതേ കുരുത്തക്കേടുകൾ. ഡെന്നി എങ്ങനെയാ വേദിയെ കണ്ടത്? അവർ തമ്മിൽ എങ്ങനെ അടുത്തു? അവനൊരു ദേശാടന കിളിയായിരുന്നു. അമ്മച്ചിയുടെ അടുത്ത് എന്നും അതിനെ ചൊല്ലി വഴക്കും. അങ്ങനെ ട്രിപ്പിനിടയിലാണ് അവൻ വേദിയെ കാണുന്നത്. ആക്ച്വലി അവൻ്റെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഒരു ഡാൻസ് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ക്യാമറയായിട്ട് വന്നതാ അവന്. അന്ന് അവിടെ ഡാൻസ് കളിച്ചത് വേദിയും. പോയ വഴിക്കെന്ന് പറഞ്ഞ് നടന്നവൻ പതിവില്ലാതെ ആ രാത്രി എന്നെ വിളിച്ചു. ഹലോ, എവിടെയാടാ പുല്ലേ നീ? ഒരാഴ്ച എന്നും പറഞ്ഞ് പോയിട്ട് ഇതിപ്പോ എത്ര ദിവസമായിടാ? അമ്മച്ചി ഇവിടെ എന്നെ കുരിശി കയറിയില്ലെന്നേ ഉള്ളൂ. നല്ലൊരു കാര്യം പറയാൻ വിളിക്കുമ്പോൾ മൂഡ് കളയുന്നോടാ.
അടെ നീ ഉറങ്ങായിരുന്നു? ഇല്ലടാ, ഞാനിവിടെ എൻ്റെ രണ്ടാമത്തെ കോച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ നീ മിന്നി കെട്ടി കൊച്ചുവായോ? അത് രണ്ടാമത്തെ. സോ ഫാസ്റ്റ്. ദേ, ഈ നട്ടപ്പാതിരാക്കനെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. വിളിച്ചത് എന്നാതിനാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കടാ. നീ ചൂടാവതടാ, ഞാൻ പറയട്ടെ. അതെ, നമ്മുടെ അമ്മച്ചിക്ക് ഈ മതസൗഹാർദ്ദത്തെ പറ്റി എന്നതാ അഭിപ്രായം? ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ അമ്മച്ചിക്ക് ഫോൺ കൊടുക്കാം. നീ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കോ. തമാശ നിർത്തടാ, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. നിന്റെ തലക്കാരിൽ അടിച്ചോ അവൻ്റെ ഒരു മതസൗഹാർദ്ദം വെച്ചിട്ട് പോടാ. എടാ, ഞാനൊരു കൊച്ചിനെ കണ്ടടാ. കണ്ടിട്ട് നമ്മുടെ കൂട്ടരല്ല, എന്നതായാലും എനിക്കിഷ്ടമായി. നീ നോക്കിക്കോ മോനെ, ഇവിടെ ആയിരിക്കും കളറിക്കലെ ജെനീസ് ജോസഫിന്റെ പെണ്ണ്. നീ വെറുതെ ആളെ വിളിച്ച് പൊട്ടനാക്കില്ലേ? ഈ പാതിരാത്രി 2 മണിക്കാണടാ നിന്റെ കേട്ട് കല്യാണം. കൂൾ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഡ്രീം ഗേളിനെ പറ്റി. ഇറ്റ്സ് ഹെർ മൈ ഡാൻസിങ് ക്വീൻ. ആർ യു സീരിയസ്? യെസ്, ഓഫ് കോഴ്സ്. ഞങ്ങളുടെ ഗൈഡ് വേണോട്ടും പറഞ്ഞിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പോയതാ ഞാൻ. അവിടെ വെച്ച് ഞാൻ കണ്ടതാടാ എൻ്റെ പെണ്ണിനെ. ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. സാരല്ല, നാളെ ഞാൻ അവളുടെ ഫുള്ള് ഡീറ്റെയിൽസ് എടുക്കും. ചുമ്മാതല്ല, ദേശാനക്കിളി പതിവില്ലാതെ വിളിച്ച്. ഏതേലും തെലുങ്കത്തിയോ വല്ലതും ആണെങ്കിൽ അമ്മച്ചി വാഗത്തി എടുക്കുവേ. അതോർത്ത് പേടിക്കണ്ട. അവളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം നല്ല പച്ച മലയാളം പറഞ്ഞത്. അവൾ മാത്രം ഒന്നും വേണ്ടത് കണ്ടില്ല. സാരല്ല, ഇനിയും സമയമുണ്ടല്ലോ. നിനക്ക് കുരുക്ക് വീണുന്ന സാരം. നല്ലതാ. അങ്ങനെ ഈ ദേശാണം നിൽക്കുമല്ലോ. ആ കാര്യത്തിലൊരു ഗ്യാരണ്ടി ഇല്ല മോനെ. കെട്ട് കഴിഞ്ഞാലേ ഞാൻ അവളും കൂടിയാ ദേശാടനത്തിന് പോകുന്നത്. ഓഹോ, എന്നാലേ പൊന്നുമോൻ അമ്മച്ചി ഒന്ന് വിളിച്ചേക്കണം. റേഷൻ കാർഡിന് നിന്റെ പേര് വെട്ടാൻ വരെ ഇവിടെ തീരുമാനം എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു കടുങ്കൈ ഒന്നും ചെയ്തേക്കില്ലെന്ന് പറയണേ. ഞാൻ രാവിലെ അമ്മച്ചിയെ വിളിച്ചോളാം. നിന്നോട് ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് അറിയാലോ. നീ എൻ്റെ പാതി ജീവനായി പോയില്ലേ? അവ ശ്രീവിരോധി കിടന്ന് ഉറങ്ങ്. ആരോടാ ശ്രീവിരോധി? നീ? മറുപടിക്ക് കാക്കാത്ത ഡെന്നീസ് അപ്പുറം ഫോണ് വെച്ചിരുന്നു. പഴയ ഓർമ്മയിൽ ചിരിയോടെ നിൽക്കുന്ന ഡെവിയെ വൈക നോക്കി നിന്നു. അങ്ങനെയായിരുന്നവർ പരസ്പരം പറയാത്തൊരു രഹസ്യവും ഞങ്ങൾക്കിടെ ഉണ്ടായിട്ടില്ല. അന്നവൻ പറഞ്ഞ ആ കുട്ടിയാണ് വേദി. ആ കോളിന് ശേഷം അവൻ പിറ്റേന്ന് അമ്മച്ചിയെ വിളിച്ചിരുന്നു. അതപ്പോഴും അങ്ങനെയാ, ആരോടും പറയാതെ ഒരു ബാഗും തൂക്കി ഒരു പോകങ്ങ് പോകും. പിന്നെ എപ്പോഴേലും അമ്മച്ചിയെ വിളിച്ച് സോപ്പിടുന്നതും കാണാം. ഇല്ലേ വീട്ടിൽ കയറില്ലെന്ന് അറിയാം അവന്. അതിനുശേഷം കുറച്ച് ദിവസം എനിക്കവൻ്റെ കോളൊന്നും വന്നില്ല. ഡെവി അങ്ങോട്ടും വിളിച്ചില്ലേ? വിളിച്ചാൽ എടുക്കണ്ടേ, അത് വേറൊരു പട്ട്. അവൻ എന്നെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം അവൻ ഫോൺ വിളിക്കും. നമുക്ക് പലതും ഇമ്പോർട്ടൻ്റ് പറയാനുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിടും. അത് കണ്ടാ കണ്ടു. പിന്നെ എന്നാ ഡെവിയായിട്ട് എന്നെ വിളിക്കുന്നത്? വേദിയുടെ ബർത്ത്ഡേയുടെ അന്ന്. പക്ഷേ വേദി അന്ന് നാട്ടിലുണ്ടായിരുന്നല്ലേ? പക്ഷേ 2 ദിവസം നിന്നിട്ട് അവൾ പെട്ടെന്ന് തിരിച്ചു പോയിരുന്നു. അവൻ അന്ന് എന്നെ വിളിച്ചത് അവൻ്റെ പ്രണയം പൂവണിഞ്ഞെന്ന് പറയാനായിരുന്നു.